ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളൊരു മടലിൻ്റെ കഷ്ണം കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കാനായി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പുറത്തെ തൊലിയൊന്നും ആവശ്യമില്ല, നമുക്ക് അതെല്ലാം ഒന്ന് ചെത്തി ഒഴിവാക്കാം. അപ്പോൾ ഇതിനെ നമുക്കിനി ഒരു തോണിയുടെ ഷേപ്പിലേക്ക് ചെത്തിയെടുക്കണം. ഈ രണ്ട് സൈഡും ഇങ്ങനെ കൂർപ്പിച്ചിട്ട് അറിയാലോ, തോണിയുടെ ഒരു ഷേപ്പില്ല, നമുക്ക് അതിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇത് വീതി കൂടിയ ഭാഗമാകാം, എന്നിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചെത്തിയാൽ മതി. നമുക്ക് ചെത്താം. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഇതാ ഒരു സൈഡ് അങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്, ഒരു തോണീരെ പോലെ. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തോണിയുടെ രണ്ട് സൈഡ് ചെത്തി ഇതാ നല്ലൊരു ഇപ്പോൾ ഒരു തോണിയുടെ ഒരു ഷേപ്പെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോണിയല്ല, ഒരു ഹൗസ് ബോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനിൻ്റെ സംഭവമില്ലേ, അത് വെച്ച് കൊടുക്കണം. പിന്നെ ഹൗസ് വെച്ച് കൊടുക്കണം. ഹൗസ് ബോട്ടാകുമ്പോൾ പിന്നെ ഹൗസ് വേണമല്ലോ. അപ്പം തോണി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, നമുക്കിനി അതിനെ ഒരു ഹൗസ് ബോട്ടാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ തോണിയിൽ ഒരറ്റത്ത് വെക്കേണ്ട സാധനം ഇതാ ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ഹൗസ് ബോട്ടിനെല്ലാം ഉണ്ടാകുന്ന ആ ടൈപ്പിൽ ഇങ്ങനെയാണെന്നല്ലോ ഉണ്ടാവില്ല, അത് ആ ഷേപ്പിൽ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോണിയിൽ രണ്ട് സൈഡും ഇതാ ഇത്തരത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാളയിൽ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഹൗസ് ബോട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഹൗസായിട്ട് വെച്ച് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ ഇതിങ്ങനെ വെക്കുന്നതിന് മുമ്പേ ഹൗസ് ബോട്ടിലാകുമ്പോൾ ഇങ്ങനെ രണ്ട് ജനലോ അങ്ങനെ വാതിൽ പോലത്തെ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് അങ്ങനത്തെയും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്യുക. അതായത് ഇവിടെ ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ റാ പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജനൽ പോലെ. ഇനി നമുക്കത് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജനൽ പോലെ ഒട്ടിയെടുത്തതിനല്ലേ ഇതുപോലെ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ ഫോട്ടോയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ട ഒരു ഹൗസ് ബോട്ടിന്റെ ഒരു ലുക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ മരാന്നോ ഇത് വെക്കേണ്ടത് അല്ല കറുത്ത പെയിന്റാന്നോ അടിക്കേണ്ടത്, ഏതാ നല്ലത് ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയത്തിലാണ് ഇല്ലത്. എന്നാലും നമ്മൾ ലാസ്റ്റ് എന്നാലും ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ബേസിന് ബ്ലാക്ക് കളർ അടിച്ചെടുക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബ്ലാക്ക് പെയിന്റ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണോ നല്ലത് അല്ല മുമ്പേ ഉണ്ടായ ആ കളറായിരുന്നു നല്ലത്, നിങ്ങൾ കമന്റ് ചെയ്യട്ടെ കാര്യം. അപ്പോൾ ഇതാ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അത് ഈലെന്നെ പറഞ്ഞാൽ മതി ആക്കിയിട്ടിട്ടല്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഇവിടെ തുഞ്ചത്ത് ഇത് പറഞ്ഞത് എന്തെന്ന് പറയുന്നത്, അത് പിടിക്കടാ.